സ്പാ 1983 ആക്ഷൻ ഹീറോ ബിജു, പൂമരം, ദ കുങ്ഫു മാസ്റ്റർ, മഹാവീരർ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത പടമാണ്. ശ്രുതി മേനോൻ, സിദ്ധാർത്ഥ് ഭരതൻ, വിനീത് തട്ടിൽ ഡേവിഡ്, രാധിക രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ മലയാളം അഡൽ കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. കൊച്ചിയിലുള്ള ഒരു സ്പാ അല്ലെങ്കിൽ മസാജിംഗ് സെന്റർ, അവിടുത്തെ ജീവനക്കാരുടെയും അവിടെ എത്തുന്ന കസ്റ്റമേഴ്സിന്റെയും കഥയാണ് സ്പാ എന്ന സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു അഡൽ കോമഡി പടമാണ്. പക്ഷെ എല്ലാവരുടെയും കപ്പ് ഓഫ് ചായ ആണെന്ന് പറയാനും പറ്റില്ല. 2 മണിക്കൂർ ഇങ്ങനെ ചിരി തെറാപ്പി എന്നോ ചിരി മസാജ് എന്നൊക്കെയോ പറയാം. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞാൽ കുറെ ആൾക്കാർ എന്ന് പറയും ഇവൻ പെയ്ഡ് റിവ്യൂ ആണെന്ന്. സോ അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിരിച്ചായിരുന്നു, എൻജോയ് ചെയ്ത് ഞാൻ കണ്ട പടവുമാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇതൊരു പക്ക അഡൽ കോമഡി പടമാണ്. എന്ന് വെച്ചാൽ പണ്ട് ചില സിനിമകളിൽ കോമഡി ആണെന്ന് പറഞ്ഞു, അതായത് ഫാമിലി കോമഡി പടം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അതിൽ സെക്ഷുവൽ കോമഡി തിരികെ കയറ്റി പറയുന്ന പോലെയല്ല, ഇത് ഡയറക്റ്റ് ആയിട്ട് സെക്ഷുവൽ കോമഡി തന്നെയാണെന്ന് പറഞ്ഞു വന്ന ഒരു സിനിമയാണ്. ഒരു പ്രോപ്പർ അഡൽ കോമഡി പടം എന്ന് തന്നെ പറയാം. അത് വളരെ റോ ആയിട്ട് തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. വിഷ്വലിലൂടെയല്ല, സംഭാഷണങ്ങളിലൂടെയും സിറ്റുവേഷനിലൂടെയും. സോ ഇത് കുട്ടികൾക്കും ഫാമിലിക്കും കാണാനുള്ള ഒരു പടമേ അല്ല, പടമാണെന്ന് പറയാം. ഇപ്പോ പുറമെ ഭയങ്കര സദാചാരവാദികളായിട്ട് നടിക്കുകയും അതേസമയം രഹസ്യമായിട്ട് പല കാര്യങ്ങളോടും താല്പര്യം പുലർത്തുകയും ചെയ്യുന്ന നമ്മൾ മലയാളി സമൂഹത്തിന്റെ ആ ഒരു ഇരട്ടത്താപ്പ് സ്വഭാവത്തെ കുറിച്ചാണ് സ്പാ പറയുന്നത്. സമൂഹം എന്ത് വിചാരിക്കും, മാന്യന്മാർ തെറ്റ് പറയില്ലേ എന്നൊരു ഇൻട്രോ ഡയലോഗോട് കൂടിയാണ് പടം തുടങ്ങുന്നത് തന്നെ. ഇത്തരം തമാശകളിലൂടെ നമ്മുടെ നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യം കൂടിയാണ് പടം ചുരുക്കത്തിൽ പറയുന്നതെന്ന് പറയാം. അതേസമയം സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യാതെ അത് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളതും പടത്തിന്റെ ഒരു വലിയ പോസിറ്റീവാണ്. അങ്ങനെ ബോറടിപ്പിക്കൊന്നും ചെയ്യാതെ പടം രസകരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. കോമഡിയിൽ ചിലതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ആവുകയും ചെയ്തായിരുന്നു. വലിച്ചു നീട്ടി ബോറാക്കാതെ ക്രിസ്പായിട്ട് തന്നെ പടം തീർക്കുകയും ചെയ്തു എന്നുള്ളതും ഇതിന്റെ പോസിറ്റീവാണ്. ഇനി പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞാൽ ഈ സ്പായിലെ ജീവനക്കാരും കസ്റ്റമേഴ്സുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അതിൽ ഏറ്റവും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട, ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഇതിന്റെ ഷോ സ്റ്റീലർ എന്ന് പറഞ്ഞ കഥാപാത്രം, അത് വിനീത് തട്ടിൽ ചെയ്ത മാത്തൻ എന്ന കഥാപാത്രമാണ്. കിടുവായിരുന്നു പുള്ളി. ഈ സിനിമയിൽ ഏറ്റവും ചിരിപ്പിച്ചതും പുള്ളിയായിരിക്കും എന്ന് പറയാം മിക്കവരെയും. പുള്ളിയുടെ ആ ഒരു മീശയും ലുക്കും ആ ക്യാരക്ടറിന്റെ പ്രത്യേകതയൊക്കെ കണ്ട് പുള്ളി ചിരിക്കുകയും അലമ്പുണ്ടാക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ തിയേറ്ററിൽ നല്ല ഓളമായിരുന്നു. നിഷ്കളങ്കനായിട്ടുള്ള ഒരു കഥാപാത്രം തീർക്കുന്ന നിഷ്കളങ്കവും അല്ലാത്തതുമായിട്ടുള്ള തമാശകൾ. ശ്രുതി മേനോൻ അവതരിപ്പിച്ച സാറ എന്ന കഥാപാത്രം ബോൾഡ് ആണ്. അവർ ആ റോളിന് പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. പക്ഷെ ഒരു ഇച്ചിരി എക്സാജറേറ്റഡ് ആയിട്ടും കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടും അവസാനമൊക്കെ എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നി. രാധിക രാധാകൃഷ്ണൻ അവതരിപ്പിച്ച റിയ ഒരു കിടു കഥാപാത്രമായിരുന്നു. പുള്ളിക്കാരി നല്ല കലക്കനായിട്ട് അത് ചെയ്തിട്ടുമുണ്ട്. രാധികയും വിനീത് തട്ടിലും കൂടെയുള്ള കോമ്പിനേഷൻ സീൻസ് ആണ് ഈ പടത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയാം. സംവിധായകനായിട്ട് വന്ന സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ പക്ക സദാചാര മലയാളിയുടെ പ്രതിബിംബം പോലെ ഒരു ക്യാരക്ടറായിട്ട് വന്ന പ്രശാന്ത് അലക്സാണ്ടർ, പിന്നെ ആർക്കും മനസ്സിലാകാത്ത സെലിബ്രിറ്റി ആയിട്ട് വന്ന രാഹുൽ മാധവ്, 18 വയസ്സിന് താഴെയുള്ള മൈനർമാരെ കുറിച്ച് പറയുന്ന അടുത്ത നിമിഷം സ്ക്രീനിൽ തെളിയുന്ന മേജർ രവി, വേറൊരു കിടിലൻ റോളിൽ വന്ന ശ്രീകാന്ത് മുരളി, പുള്ളിയൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മഞ്ഞ സാരിയുമായിട്ട് വന്ന ദിനേശ് പ്രഭാകർ, ഇവരെല്ലാവരും കൊള്ളാമായിരുന്നു. പിന്നെ ശ്രീജ ദാസ്, പൂജിത മേനോൻ, ശ്രീലക്ഷ്മി ഭട്ട്, മേഘ തോമസ്, നീന കുറുപ്പ്, അശ്വിൻ കുമാർ, വിജയ് മേനോൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. സിംഗിൾ ലൊക്കേഷൻ കളർഫുൾ ആയിട്ട് തന്നെ സ്വരൂപ് ഫിലിപ്പിന്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. മനോജ് ആണ് ഇതിന്റെ എഡിറ്റർ. അനാവശ്യമായിട്ടുള്ള ഒന്നും പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പാട്ടുകൾ പോലും അങ്ങനെ മുഷിപ്പിച്ചില്ല. രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു 80s വൈബൊക്കെ തരുന്ന ഒരു വിനീതും രാധികയും കൂടെയുള്ള ഒരു പാട്ടുണ്ട്. മധു ബാലകൃഷ്ണൻ മിൻമിനിയാണ് ആ പാട്ട് പാടിയെന്ന് തോന്നുന്നു. അത് ഭയങ്കര രസമുണ്ടായിരുന്നു, അതിന്റെ പിക്ചറൈസേഷനും മ്യൂസിക്കും ഒക്കെ. നമ്മുടെ രതീഷിന്റെ രാജീവം വിടരും നിൻ മിഴികൾ എന്ന പഴയ പാട്ട് എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ ഇഷാൻ ഷബ്രയാണ് ഇതിന്റെ മ്യൂസിക്. ഒരു പടത്തിൽ നിന്ന് വേറെ പടത്തിലേക്ക് പോകുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുന്ന എബ്രിഡ് ഷൈന്റെ ഒരു പരീക്ഷണ ചിത്രമാണിത് എന്ന് പറയാം. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ രചനയും നിർവഹിച്ചിട്ടുള്ളത്. ഈ നെഗറ്റീവ്സ് പറഞ്ഞാൽ യാതൊരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് മെയിൻ നെഗറ്റീവ്. ഇതിലാണെങ്കിൽ തന്നെ ആൾക്കാർ ഇങ്ങനെ വന്നും പോയും ഇരിക്കുമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു കഥയൊന്നുമില്ല. ഇത് എങ്ങനെ അവസാനിപ്പിക്കും, എങ്ങോട്ടായി പോകുന്നത് നമുക്ക് തന്നെ കുറെ കഴിയുമ്പോൾ സംശയം തോന്നും. പക്ഷെ അത് തിരക്കഥാകൃത്തിന് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. അവസാനം എത്തിയപ്പോഴേക്കും മനഃപൂർവ്വം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി ഒരു ക്ലീഷേ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പടം കൊണ്ട് നിർത്തുമായിരുന്നു. അത് വളരെ ഒബ്വിയസ് ആയിരുന്നു എന്നുള്ളതാണ് വേറൊരു പോരായ്മയായിട്ട് പറയാനുള്ളത്. അതുപോലെ നോക്കിയാൽ ഒരു ഒറ്റ ലൊക്കേഷൻ, അവിടേക്ക് ഇങ്ങനെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ കൂടെ ഒരു നാടകം അവതരിപ്പിക്കുന്ന ഫീൽ ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിങ്ങനെ മറച്ച് പടം രസകരമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു അഡൽ കോമഡി പടമാണ് സ്പാ. ഒരു ഡിഫറെന്റ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു ശ്രമം എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എല്ലാവർക്കും ഇത് വർക്കാവുമോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. എനിക്ക് പേഴ്സണൽ വർക്കായിട്ടുള്ള ഒരു പടമാണ്. പടം ഇപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. 1 മണിക്കൂർ 58 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പിന്നെ ഓർക്കുക, ഇത് സ്ട്രിക്ട്ലി 18+ ആണ്. ഫാമിലിക്കും കുട്ടികൾക്കും പറ്റിയ പടമേ അല്ല. വെറുതെ ഭാര്യയും മക്കളെയും അമ്മയും അപ്പൂപ്പനെയും ഒക്കെ ആയിട്ട് പോയി ഈ പടം കണ്ടിട്ട് അബദ്ധം പറ്റരുത്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.